ഐ ലീഗിൽ ആദ്യ ഹോം മത്സരത്തിന് ഗോകുലം കേരള FC ഇന്നിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ഐസ്വാൾ FC ആണ് എതിരാളികൾ. ഐ ലീഗ് വിരുന്നെത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ തന്നെ അവിടെ ആവേശമൊക്കെ ദൃശ്യമാണോ? എന്താണ് പ്രതീക്ഷകൾ ഗോകുലം കേരള FC-യുടെ? അനുജ, ആരാധകരൊക്കെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. മഴയില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച് മഴ പെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടിരുന്നു. ഇന്നലെ അതുപോലെ തന്നെ കളിക്കാർക്ക് പൂർണ്ണമായും പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ മാനം തെളിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആരാധകരുടെ മുഖവും തെളിഞ്ഞിട്ടുണ്ട്. ഐസ്വാൾ FC-ക്കെതിരെയാണ് ഈ സീസണിലെ ഗോകുലം FC-യുടെ ആദ്യ ഹോം മാച്ച്. നമുക്കിപ്പോൾ ആരാധകരൊക്കെ ഇവിടെ കാണാം. അവരൊക്കെ വളരെ പ്രതീക്ഷയിൽ ഗോകുലം കേരളയുടെ കളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എങ്ങനെയൊരു പ്രതീക്ഷ? നമ്മൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ജയത്തോടു കൂടി പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണോ, ഗോകുലം മുന്നോട്ട് പോകും എന്നുള്ളതാണോ പ്രതീക്ഷ? അല്ല, ഈ പോയിന്റ് ടേബിളിൽ ഒരു ടീമിന് മാത്രമാണ് 6 പോയിന്റ് ഉള്ളത്. 4 പോയിന്റുള്ള ഒരുപാട് ടീമുണ്ട്. അത് സ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗോൾ ഡിഫറൻറ്റ് വ്യത്യാസത്തിലാണ് വരുന്നത്. പിന്നെ പറഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാന ക്ലബ്ബാണ്. അത് 2 ടൈം ഐ ലീഗ്, ഇന്ത്യയിലെ കനകകിരീടം നേടിയ കേരളത്തിലെ ഏക ക്ലബ്ബ് ഗോകുലം കേരള FC ആണ്. അതോടൊപ്പം വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 3 മത്സരങ്ങളിലൊന്ന് ഡ്യൂറൻഡോ കപ്പാണ്. അത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള 134 വർഷത്തെ ചരിത്രമുള്ള കപ്പ് 28 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തിച്ച ക്ലബ്ബാണ് ഗോകുലം കേരള FC. തീർച്ചയായിട്ടും ക്ലബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആളുകൾ. അതോടൊപ്പം തന്നെ IWL 3 ടൈം ചാമ്പ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ തവണ ഈ കപ്പടിക്കും, അതോടൊപ്പം ISL-ലേക്ക് വരും. കേരളത്തിന് ISL-ൽ ഒരു കിരീടം എന്നുള്ള കേരള ജനങ്ങളെ, ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം ഞങ്ങൾ അങ്ങനെയാണ്. ISL-ലേക്ക് ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്രാവശ്യം അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് ടീം എത്തിയിരിക്കുന്നത്. കോച്ചടക്കം പുതിയ കോച്ചാണ്. അപ്പോൾ പ്രതീക്ഷയുണ്ടോ ഇത്തവണ? 100% പ്രതീക്ഷയുണ്ട്. ഇപ്രാവശ്യത്തെ ടീമിൽ 100% കോൺഫിഡൻസ് ആണ്. നമ്മൾ ക്ലബിൻ്റെ ഭാഗത്തുനിന്നും മറ്റെല്ലാം നല്ല പ്ലേയേഴ്സിനാണ് കൊണ്ടുവന്നത്. മോശമല്ലാത്ത അടിപൊളി പ്ലേയേഴ്സ് ആണുള്ളത്. 100% കപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ 100% നമ്മൾ കപ്പടിച്ചിരിക്കും. അനുജ, ഇതുപോലെ തന്നെയാണ്. ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഐസ്വാൾ FC-ക്കെതിരെയാണ് മത്സരം. അവരും വളരെ ശക്തരായ ടീം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആന്റോണിയോ റുവേഡ, ഗോകുലം കേരള FC-യുടെ പരിശീലകൻ, പറഞ്ഞിരുന്നു ഞങ്ങൾ ആക്രമണ ഫുട്ബോൾ കളിക്കും. ഐസ്വാൾ FC മോശമല്ലാത്ത ടീമാണ്, അവർ ശക്തരായ ടീമാണ്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ കളിക്കാരും ഒപ്പം തന്നെ ആരാധകരും വച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും മത്സരം 7 മണിക്കാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരാധകരും വലിയ ആവേശത്തിലാണ്. അനുജ, ഐ ലീഗിൽ ആദ്യ ഹോം മത്സരത്തിനായാണ് ഗോകുലം കേരള FC ഇന്നിറങ്ങുന്നത്. വൈകിട്ട് രാത്രി 7 മണിക്കാണ് മത്സരം. പക്ഷേ ഇപ്പോൾ തന്നെ അവിടെ ആരാധകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഒരു ആവേശം ഇപ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഐസ്വാൾ FC ആണ് എതിരാളികൾ.